ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും നമുക്കൊരുമിച്ച് ഇപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പിലായിരിക്കാനായി കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ എഫെസ് ലേഖനം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഏകദേശം അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കർത്താവിനെ വെച്ചാൽ ഇന്ന് രാത്രി കൊണ്ട് ആ 1-ാം അധ്യായം നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും സമയം ഒട്ടും കളയാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തന്നെ നമുക്ക് വരാം. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന പ്രവർത്തനനിരതമായിരിക്കുന്ന ആ ദൈവശക്തി അത് ക്രിസ്തുവിൽ പ്രവർത്തിച്ചപ്പോൾ ക്രിസ്തുവിൽ എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ എന്തൊക്കെയാണ് ആ ശക്തി വെളിപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1, ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. 2, അവനെ ഉയർത്തി തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി സകല വാഴ്ചയ്ക്കും കർത്തൃത്വത്തിനും അധികാരങ്ങൾക്കുമൊക്കെ മുകളിലായിട്ട് അവനെ ഇരുത്തി. 3, സകലവും അവൻ്റെ കാൽക്കീഴ് ആക്കി വെച്ചു. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ അതിനകത്ത് 4-ാമത്തെ കാര്യം ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സർവവും അവൻ്റെ കാൽക്കീഴാക്കി വച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ 4-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിനെ സർവത്തിനും മീതെ ദൈവം തലയാക്കി വച്ചു. ദൈവം അവനെ തലയാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഘടന നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ എന്താണ്? നമ്മുടെ തലയാണ്. അല്ലാതെ ഒരിക്കലും കാലോ കയ്യോ ഒന്നും ഇങ്ങനെ ഏറ്റവും മുകളിൽ വരുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ നമ്മുടെ തലയാണ് വരുന്നത്. അപ്പോൾ ബാക്കി ശരീരം മുഴുവൻ തലയുടെ താഴെയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയും നമ്മൾ വായിക്കുന്നത് തന്നെയാണ്, അവനെ സർവത്തിനും മീതെ തലയാക്കി. അപ്പം എങ്ങനെയാണോ തല ശരീരത്തിലെ ബാക്കി എല്ലാ ഭാഗങ്ങളുടെയും മുകളിലായിട്ട് ആയിരിക്കുന്നത്, അതുപോലെ ക്രിസ്തുവിനെ സകലത്തിനും മീതെ അവനെ തലയാക്കി വെച്ചു. ഇനി തലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് സകലത്തിനും മീതെ ആയിരിക്കുന്നത് പൊസിഷനിൽ മാത്രമല്ല, അതിൻ്റെ സ്ഥാനത്തിൽ മാത്രമല്ല. ശരിയാണ്, അതിൻ്റെ സ്ഥാനത്തിൽ തല ശരീരത്തിൻ്റെ മുകളിലാണ്, ബാക്കി ശരീരമൊക്കെ പൊസിഷനിൽ അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല തലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ ശരീരത്തിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സകലവിധ ഫങ്ഷൻസും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. തലയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നാ കാര്യം? തലയില്ലാതെ എന്തെങ്കിലും ജീവിക്കാനായിട്ട് നമുക്കൊരിക്കലും കഴിയില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ തലയാണ്. അപ്പം തല സകലത്തിനും മീതെ എന്ന് പറയുമ്പോൾ അനാട്ടമിക്കലി അല്ലെങ്കിൽ പൊസിഷനലി അല്ലെങ്കിൽ സ്ട്രക്ചറലി എന്താണ്? തല ശരീരത്തിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ തന്നെ ഫങ്ഷണലി പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും
നമ്മുടെ ശരീരത്തിലെ ബാക്കി എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? തല തന്നെയാണ്. അപ്പം രണ്ട് രീതിയിലും തല ഏറ്റവും മുകളിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. 22-ാം വാക്യത്തിൽ ദൈവം കർത്താവിനെ ആരാക്കിയെന്നാണ് വായിച്ചത്? സർവത്തിനും മീതെ തലയാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാറ്റും മീതെ അവനെ ഉയർത്തി സകലവും അവൻ്റെ കാൽ കീഴാക്കി എന്ന് പറഞ്ഞിട്ട് പറയുക അവനെ സകലത്തിൻ്റെയും തലയാക്കി. അപ്പോൾ സകലവും അവൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. സകലവും അവൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. പൊസിഷനലി, സ്ഥാനപ്രകാരം അവൻ ഏറ്റവും മുകളിലാണ്. ഫങ്ഷണലി അല്ലെങ്കിൽ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും അവൻ ഏറ്റവും മുകളിലാണ്. സകലത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ്? അവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സകലത്തെയും നിയന്ത്രിക്കുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പലപ്പോഴും നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ള വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും അവനാണ് എല്ലാത്തിൻ്റെയും എക്സിസ്റ്റൻസിന് കാരണക്കാരൻ. അവനില്ലെങ്കിൽ ഒന്നിനും എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽപ്പില്ല. കാരണം അവനാണ് തല, അവനാണ് സകലത്തിൻ്റെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ദൈവം അവനെ അങ്ങനെ ആക്കി വച്ചു. അപ്പം അവനെ സർവത്തിനും മീതെ തലയാക്കിയിട്ട് നമ്മൾ വായിക്കുകയാണ് 23-ാം വാക്യത്തിൽ. എന്നിട്ട് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഈ ക്രിസ്തുവിനെ തലയാക്കിയിട്ട് ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. സഭ ആരാന്ന് അവിടെ പറഞ്ഞത്? അവൻ്റെ ശരീരം. അപ്പോൾ നോക്കിക്കേ, ക്രിസ്തു സകലത്തിനും മീതെ തലയായിരിക്കുമ്പോൾ തന്നെ എസ്പെഷ്യലി പ്രത്യേകിച്ച് അവൻ സഭയുടെ തലയാവൻ. സഭയുടെ തലയാ. അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയുക, നമ്മൾ ഇപ്പം ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആ സ്ഥാപനത്തിൻ്റെ ഒരു മേധാവിയുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഒരു മേധാവിയുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ ആ സ്ഥാപനത്തിലെ എല്ലാവരെയും നിയന്ത്രിക്കുകയും ആ സ്ഥാപനത്തിലെ എല്ലാവരേക്കാളും പൊസിഷനിൽ ഉയർന്നിരിക്കുകയും ആ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആ സ്ഥാപനത്തിലെ മേധാവി എന്നുള്ള നിലയിൽ ഈ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ തല എന്ന് പറയാം. എന്നാൽ അത് ജനറലായിട്ടുള്ള ഒരു സംഭവമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തലയ്ക്കൊരു സ്പെഷ്യൽ റോളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എപ്പോൾ വിശക്കണം എന്ന് ഇദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റില്ല. അത് അയാളുടെ തലയാണ് തീരുമാനിക്കുന്നത്. അപ്പം ജനറലി ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെയൊക്കെ ഇവൻ നിയന്ത്രിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശരീരമല്ലാത്ത പലരും അവിടെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ സ്വന്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ തലയുടെ നിയന്ത്രണത്തിലാണ്. അത് തീരുമാനിക്കാൻ വേറൊരു തലയും അവിടെ വരില്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ സർവത്തിനും തലയാക്കി എന്നുള്ളത് ശരിയാണെങ്കിലും അവൻ്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ്. അപ്പം ക്രിസ്തുവിൻ്റെ ആ തല, ഹെഡ്ഷിപ്പ്, ആ തലവൻ എന്നുള്ള പദവിയുടെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ ചർച്ച്. അത് സഭയാണ്. സഭ അങ്ങനെ ആയിരുന്നേ പറ്റൂ. കാരണം സഭ അവൻ്റെ ശരീരമാണ്. സകലത്തിൻ്റെയും തലയാണെങ്കിലും സകലതും അവൻ്റെ ശരീരമല്ല. അവൻ്റെ ശരീരം സഭയാണ്. സോ കർത്താവിൻ്റെ ഹെഡ്ഷിപ്പിൻ്റെ, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ലോഡ്ഷിപ്പിൻ്റെ, കർത്തൃത്വത്തിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റേണ്ടത് ദാറ്റ് ഈസ് ഇൻ ദ ചർച്ച്. അത് സഭയിലാണ് കാണേണ്ടത്. വൈ? ബിക്കോസ് ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം.
അത് നമ്മൾ മറക്കരുത്. അപ്പം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചിട്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. അപ്പോൾ അവിടെ 15-ാം വാക്യം തൊട്ട് ക്രിസ്തുവിനെക്കുറിച്ചാണ് അവിടെ വിശേഷിപ്പിച്ച് വരുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചാണ് കൊലോസ് ലേഖനത്തിൽ ചർച്ച ചെയ്തു വരുന്നത് 15-ാം വാക്യം തൊട്ട്. എന്നിട്ട് 18-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ ചേർച്ച് വിച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അവൻ്റെ ശരീരമാകുന്ന ആ സഭയുടെ, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു. അപ്പം ക്രിസ്തുവിൻ്റെ ശരീരം സഭയും ക്രിസ്തു ആ ശരീരത്തിൻ്റെ തലയുമായിട്ട് ആയിരിക്കുകയാണ്. ഇനി എഫേസ് ലേഖനത്തിൽ തന്നെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. നമ്മൾ വാക്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യും. എഫേസ് ലേഖനത്തിൽ തന്നെയാണ് നമ്മളിത് പഠിച്ചു വരുമ്പോൾ ചർച്ച ചെയ്യും. പക്ഷെ അവിടെ പറയുന്നത് ക്രിസ്തു എന്ന തലയോളം. അപ്പം സഭ വളരുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. സഭ ക്വാളിറ്റേറ്റീവ്ലി, ഗുണകരമായിട്ട് വളരുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ആ വളർച്ച ഏതുവരെയാണ്? ക്രിസ്തു എന്ന തലയോളം. അപ്പം സഭ എന്ന ശരീരത്തിൻ്റെ ശിരസ് അല്ലെങ്കിൽ തല ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് എന്ന് നമ്മൾ അവിടെയൊക്കെ വായിക്കണം. അപ്പം ഈ ചർച്ച് അല്ലെങ്കിൽ സഭ എന്നുള്ളത് എന്താണ് നമ്മളിവിടെ കാണുന്നത്? അവൻ്റെ ശരീരമായ സഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ശരീരമായ സഭ. അപ്പം സഭ എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്താ സഭ എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും അത് മറക്കാനായിട്ട് പാടില്ല. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭയിലെ ഓരോ അംഗങ്ങളും ആ ശരീരത്തിലെ അവയവങ്ങളാണ്. ഓക്കെ, ദാറ്റ് മീൻസ് church is an organism. Church is an organism. ചർച്ച് ഒരു ശരീരമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. സംഘടനയല്ല, ഒരു ശരീരമാണെന്ത് സഭ എന്ന് പറയുന്നത്. ദ ഹെഡ് ഓഫ് ദറ്റ് ഓർഗാനിസം ഈസ് ക്രൈസ്റ്റ് ആൻഡ് വി ഓൾ ആർ ദ ഓർഗൻസ് ഓഫ് ദറ്റ് ഓർഗാനിസം. ആ ശരീരത്തിൻ്റെ തല ക്രിസ്തുവും നമ്മളൊക്കെ ആ ശരീരത്തിൻ്റെ അവയവങ്ങളുമാണ്. ഇന്ന് പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദ ചർച്ച് ഹാസ് ബിക്കം ആൻ ഓർഗനൈസേഷൻ. സഭ ഒരു സംഘടനയായിട്ട് മാറി. സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവിടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, ഞാനിതിനൊന്നും എതിരൊന്നുമല്ല. സഭയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആക്കുകയോ അവർക്ക് എന്തെങ്കിലും പേരൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഈ സെക്രട്ടറിയും പ്രസിഡൻറ്റും ട്രഷററും ഒക്കെ വരുമ്പോൾ തന്നെ യു ഷുഡ് റിമെമ്പർ ദാറ്റ് വി ആർ നോട്ട് ആൻ ഓർഗനൈസേഷൻ ബട്ട് വി ആർ ആൻ ഓർഗാനിസം. നമ്മളൊരു സംഘടനയല്ല, നമ്മളൊരു ശരീരമാണ് എന്നുള്ളത് നമ്മളൊരിക്കലും മറക്കാനായിട്ട് പാടില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ സഭകൾ എന്ന് പറയപ്പെടുന്ന സാധനങ്ങളുടെയൊക്കെ എലക്ഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ നടക്കുന്ന പല പേക്കൂത്തുകളും കാണുമ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും, ദറ്റ് ഈസ് നോട്ട് ആൻ ഓർഗാനിസം, ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ. അതൊരു ശരീരമല്ല, അതൊരു സംഘടനയായിട്ട് മാറിയിരിക്കുക. ഞാനൊന്നിൻ്റെയും പേര് പറഞ്ഞ് വിമർശിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകും എന്തൊക്കെയാണ് നമ്മൾ കാണുന്നതെന്നുള്ളത്. അപ്പം അവിടെ ആ ഓർഗനൈസേഷൻ്റെ സ്ഥാനങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തുകയും
മറ്റുള്ളവർക്കെതിരായിട്ട് കുപ്രചരണങ്ങൾ നടത്തുകയും മറ്റുള്ളവർക്കെതിരായിട്ട് പൈസ മുടക്കി വോട്ട് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഓർഗാനിസം? അതൊരു ശരീരമാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ഇല്ല. ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ. അതൊരു സംഘടനയായിട്ട് അതപ്പതിക്കുക ചെയ്യുന്നത്. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളായിരിക്കേണ്ടത് സഭയിലായിരിക്കേണ്ടത്, ഇൻ ദാറ്റ് ഓർഗാനിസം, നോട്ട് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഏതെങ്കിലും ഒരു സംഘടനയിലല്ല നാം ആയിരിക്കേണ്ടത്, നാം സഭയിലായിരിക്കേണ്ടത്. സഭയാണെങ്കിൽ അതിലുള്ളവർ പരസ്പരം അവയവങ്ങളാണ്. പരസ്പരം അവയവങ്ങളാണ്. എൻ്റെ കൈ, വലത് കൈ ഒരിക്കലും ഇടത് കൈയെ ചവിട്ടിത്താഴ്ത്തിയിട്ടല്ല എന്തെങ്കിലും കാര്യം ചെയ്യുക. നിങ്ങൾ നോക്കിക്കേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നേരത്ത് നിങ്ങളെപ്പോഴെങ്കിലും വലത് കൈയും ഇടത് കൈയും തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? അത് ശരീരത്തിലെ ഒരു അവയവങ്ങളാണ്. അവർക്ക് തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. ദേ വിൽ ബി കോംപ്ലിമെൻ്ററി. എന്താ കോംപ്ലിമെൻ്ററിയുടെ മലയാളം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എനിക്കറിയില്ല. അത് രണ്ടും എന്ത് ചെയ്യാണ്? തമ്മിൽ ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും. ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റേയാൾ ചെയ്യുന്നു. അല്ലാതെ അവരുടെ ഇടയ്ക്ക് കോമ്പറ്റീഷൻ ഇല്ല, കോംപ്ലിമെൻ്ററി ആക്ഷനാണുള്ളത്. സഭയ്ക്കകത്ത് നിലനിൽക്കേണ്ടത് അതാ പ്രിയമുള്ളവരെ. സഭയ്ക്കകത്ത് നിലനിൽക്കേണ്ട അതാ. പാനലും രാഷ്ട്രീയവും കോമ്പറ്റീഷനും എലക്ഷനും ഒക്കെ നടക്കുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ചർച്ച്, ദാറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ. അത് സഭയല്ല, അത് സംഘടനയാണ്. മറക്കരുത്. അപ്പോൾ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നുണ്ട് വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചിന്തിച്ച് മുൻപോട്ടേക്ക് പോകണം. റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, റോമാലേഖനം 12-ാം അധ്യായം, അതിൻ്റെ ഒരു മിനിറ്റ് ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ എന്താണ്, അതിൻ്റെ 5-ാം വാക്യത്തിൽ, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. അപ്പം സഭയെക്കുറിച്ച് പറയുക പലരായ നാം. സഭയ്ക്കകത്ത് ഒരാളല്ല ഉള്ളത്, സഭയ്ക്കകത്ത് ഒത്തിരി പേരുണ്ട്, പലരാണ് നമ്മൾ. ആ പലർ എന്ന് പറയുമ്പോൾ ദർ വിൽ ബി ഡിഫറൻസസ്. അവർക്ക് തമ്മിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസങ്ങളുണ്ടായിരിക്കും. സഭയിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരേ രീതിക്കാരായിരിക്കില്ല. 10 പേരും ദേ വിൽ ബി ഡിഫറെൻറ്റ്, അവർ വ്യത്യസ്തരായിരിക്കും. അങ്ങനെ പലരായ നാം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള നാം എല്ലാവരും ആരാണ്? ഒരു ശരീരമാണ്. വി ആർ വൺ ബോഡി. നമ്മളൊരു ശരീരമാണ് ക്രിസ്തുവിൽ. പിന്നെ എല്ലാവരും തമ്മിൽ അവയവങ്ങളാണ്. നമ്മളൊക്കെ ആരാ? അവയവങ്ങളാണ്. അതുപോലെ എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതുപോലെ എന്ന് പറയുമ്പം അതിൻ്റെ മുകളിൽ എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത് അതുപോലെ എന്ന്. എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്നത്? 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്: ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണം എന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. എന്താ പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്? ഭാവിക്കേണ്ടതിന് മീതെ എന്ത് ചെയ്യരുത്? ഭാവിച്ചുയരരുത്. സോ നമുക്കും അറിയണം ദൈവം നമുക്ക് എന്തുമാത്രമാണ് വിശ്വാസത്തിൻ്റെ അളവ് തന്നിരിക്കുന്നത്, പങ്കിട്ട് തന്നിരിക്കുന്നത് എന്ന്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അളവ് എന്താണെന്ന് ഞാൻ അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് സുബോധമാകും വണ്ണം ഭാവിക്കണം എന്ന് വെച്ചാൽ നല്ല ബോധത്തോടുകൂടെ,
വേണം എന്ത് ചെയ്യാൻ, ഭാവിക്കാനായിട്ട്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതാ പറഞ്ഞത്, ഭാവിക്കേണ്ടതിന് മീതെ എന്ത് ചെയ്യരുത്, ഭാവിച്ചുയരരുത്. ഇന്ന് പലപ്പോഴും പറ്റുന്ന കുഴപ്പം ഭാവിക്കേണ്ടതിന് മീതെ നമ്മൾ ഭാവിച്ചുയരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ദൈവം ഓരോരുത്തന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെന്നും ഭാവിക്കണം. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുക, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ട്? എനിക്ക് കറക്റ്റ് എണ്ണം അറിയത്തില്ല, ഉള്ളിലും പുറത്തുമൊക്കെ ആയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് എണ്ണം അറിയത്തില്ല. വേണമെങ്കിൽ 2 ദിവസമൊക്കെ തരികയാണെങ്കിൽ ഞാൻ എണ്ണമൊക്കെ എടുത്ത് പറയാം, ഒരാവശ്യമില്ല. എത്ര കുറേ അവയവങ്ങളുണ്ട്. ഈ എല്ലാ അവയവങ്ങൾക്കും ഒരേ ജോലിയാണോ? അല്ല. എൻ്റെ കണ്ണ് ചെയ്യുന്ന ജോലിയല്ലല്ലോ മൂക്ക് ചെയ്യുന്നത്, മൂക്ക് ചെയ്യുന്ന ജോലിയല്ല ചെവി ചെയ്യുന്നത്, ആ ജോലിയല്ല എൻ്റെ നാവ് ചെയ്യുന്നത്, ആ ജോലിയല്ല എൻ്റെ കഴുത്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്താണ്, ശരീരത്തിലുള്ള അവയവങ്ങൾക്കൊക്കെ പല പ്രവൃത്തിയാണ്, അവയുടെ പ്രവൃത്തി ഒന്നല്ല. അപ്പം ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവൃത്തി ഒന്നല്ലാതിരിക്കുകയാണ്. അതുപോലെ ആണ് സഭയിലെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ. അവരെല്ലാവരും ഒരുപോലെ അല്ല. എന്നിട്ട് 6-ാം വാക്യം തൊട്ട് എന്താ പറയുന്നത്, ആകയാൽ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട്, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. അപ്പോൾ സഭയ്ക്കകത്ത് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മുടെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ ഫങ്ഷൻ നമ്മൾ ഉത്സാഹത്തോടുകൂടി എന്ത് ചെയ്യുക. വേറുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പോകണ്ട. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നമ്മുടെ ഫങ്ഷനൊട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയില്ല, മറ്റുള്ളവരുമായിട്ടൊരു അനാരോഗ്യകരമായിട്ടുള്ളൊരു മത്സരം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് പ്രശ്നം. അതൊഴിവാക്കിയിട്ട് നമ്മളൊരു ശരീരമായതുകൊണ്ട് അവനവനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ സഭയ്ക്കകത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ ഈ ഓർഗനൈസേഷൻ സെറ്റപ്പിൻ്റെ ആവശ്യമില്ല. കാരണം എന്നെ ഏൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു. അതിനെന്നെ ആരാ തിരഞ്ഞെടുക്കേണ്ടത്? അത് ഞാൻ എന്തിനാ വോട്ട് പിടിക്കുന്നത്? അത് ഞാൻ എന്തിനാ പാനൽ ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ ഒരു സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സെൻട്രൽ കൺവെൻഷൻ കഴിഞ്ഞ് ആ കൺവെൻഷൻ്റെ അവലോകനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് കൂടിക്കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള പാസ്റ്റർ അദ്ദേഹം ഭയങ്കര ബഹളം ഉണ്ടാക്കി. എന്താ ബഹളം എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് അവസരം കിട്ടിയില്ലെന്ന്. പ്രസംഗിക്കാനല്ല, കൺവെൻഷനിൽ പ്രാർത്ഥിക്കാനായിട്ട് അവസരം കിട്ടിയില്ലെന്ന്. പറഞ്ഞ് പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. ആ മീറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. അവസാനം നിർവാഹമില്ലാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, പാസ്റ്റർ വരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പാസ്റ്റർ എന്നാ പ്രശ്നം? പുള്ളി പറഞ്ഞു, എനിക്ക് കൺവെൻഷനിൽ പ്രാർത്ഥിക്കാൻ സമയം തോന്നി. ഞാൻ ചോദിച്ചു, ആരാ സമയം തരേണ്ടത്? പാസ്റ്റർ ആ കൺവെൻഷൻ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നവരെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കത്തില്ലായിരുന്നോ? ആരാ സമയം തരേണ്ടത്? ദൈവം എന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു എന്ന് എനിക്ക് ബോധമുണ്ടെങ്കിൽ എനിക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. ഞാനെന്തിനാ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനെന്തിനാ മത്സരിക്കാൻ പോകുന്നത്? അപ്പം ഈ മത്സരം അത് ഓർഗനൈസേഷൻ്റെയാണ്, അത് സഭയുടെ സെറ്റപ്പ് അല്ല. ഓക്കെ. ഇനി അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്, ഇതേപോലെ ഒരു കാര്യം തന്നെ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ
27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഞാനത് മുഴുവൻ വായിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകും. 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. അവിടെ പറയുന്നത് കൃപാവരങ്ങളെക്കുറിച്ച്, സഭയിലെ കൃപാവരങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറയുന്നു, ശരീരം ഒന്നാണ്, അതിന് അവയവങ്ങൾ പലതാണ്. അവയവങ്ങൾ പലതാണെങ്കിലും ശരീരം ഒന്നാണ്. എന്നിട്ട് ശരീരം ഒരവയവമല്ല, പലതാണ്. ആ പല അവയവങ്ങൾക്കും പല പ്രവർത്തികൾ, ഉത്തരവാദിത്വങ്ങളാണ് ഉള്ളത്. എന്നിട്ട് പറയുക, ഞാൻ കൈയല്ലാത്തത് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാല് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. കൈ ചെയ്യുന്ന കാര്യം കാലിന് ചെയ്യാൻ പറ്റില്ല, കാല് ചെയ്യുന്ന കാര്യം ഇട്ട് കൈക്ക് ചെയ്യാനും പറ്റില്ല, അല്ലേ? ഇപ്പം കാല് കൊണ്ട് ചോറ് വാരി കഴിക്കാനായിട്ട് പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈ കൊണ്ട് നടക്കാൻ പറ്റുമോ? അതും ബുദ്ധിമുട്ടാണ്. അപ്പം ആ അവയവം ഇല്ലെങ്കിൽ, ആ അവയവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ശരീരത്തിൻ്റെ മൊത്തം ഫങ്ഷൻ ബുദ്ധിമുട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ കണ്ണല്ലാത്തതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറഞ്ഞാൽ കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ ചോദിക്കുക, ശരീരം മുഴുവൻ ചെവി ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാണും? ശരീരം മുഴുവൻ കണ്ണായിക്കഴിഞ്ഞാൽ മണം എങ്ങനെ പിടിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് പറയുകയാണ്. പിന്നെ പറയുക വേറൊരു കാര്യം, അപ്പോൾ ഇതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാണ്. ഞാൻ അവനേക്കാൾ താന്നവനാ, അതുകൊണ്ട് സഭയിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതുവരെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുക, എന്താണ്, കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാനും പറ്റില്ല. അത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സാണ്. ഞാൻ ആരാ, ഞാൻ വലിയവനാ, എനിക്ക് ചെറിയവരെ കൊണ്ടൊന്നും ആവശ്യമില്ല, അങ്ങനെ പറയാനും പറ്റില്ല. അപ്പം ഇതെല്ലാം ദൈവം ഒരു ഓർഡറിൽ എന്ത് ചെയ്തേക്കാണ്, സെറ്റ് ചെയ്ത് ഒരു ശരീരമാക്കി വച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ശരീരത്തിൻ്റെ ശിരസ്സായിട്ട് ആരെ വച്ചു? ക്രിസ്തുവിനെ വച്ചു. എന്ന് വെച്ചാൽ ഈ അവയവങ്ങൾ മുഴുവൻ, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം? ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. അത് സംഭവിക്കാത്തത് കൊണ്ടാണ് ചർച്ച് ഓർഗാനിസം എന്നുള്ള രീതി വിട്ടിട്ട് ഓർഗനൈസേഷനായിട്ട് മാറിപ്പോകുന്നത്. ക്രിസ്തുവിൻ്റെ ആ ഹെഡ്ഷിപ്പിന് താഴെ വരാത്തത് കൊണ്ടാണ്, ക്രിസ്തുവിൻ്റെ ആ നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഈ ശരീരം എന്നുള്ള അവസ്ഥ മാറിയിട്ട് സംഘടനയായിട്ട് സഭയെ മാറ്റിക്കൊണ്ടുപോകുന്നത്. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളികളിലൊന്നാണ്. ഇത് സംഘടനയാണോ ശരീരമാണോ? സംഘടനയാണെങ്കിൽ, സംഘടനാ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്തു എന്ന തലയുടെ കീഴിലല്ല. ക്രിസ്തു എന്ന തലയുടെ കീഴിലാണെങ്കിൽ ഇതൊരിക്കലും ഓർഗനൈസേഷനായിട്ട് പോകില്ല, സംഘടനയായിട്ട് പോകില്ല. കാരണം ഇറ്റ് വിൽ ബി എ ബോഡി, ഒരു ശരീരമായിരിക്കും, പരസ്പരം അവയവങ്ങളായിരിക്കും. അപ്പം എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഇതാണ്, ദൈവം ക്രിസ്തുവിനെ തലയാക്കിയിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി ആ വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, 22-23, എഫേസ്യ ലേഖനം 1:22-23 ഞാനൊന്നുകൂടെ വായിക്കാം. സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ 23-ാം വാക്യത്തിൻ്റെ ആദ്യത്തിലൊരു പ്രയോഗം അവിടെ ഉണ്ട്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന. അപ്പോൾ ഈ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ചോദ്യം വരാനുള്ളത്, ഈ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് സഭയാണോ അതോ അവനാണോ? ആ വാക്യം പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ നമുക്കത് സഭയായിട്ട് തോന്നും. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു, അത് സഭയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ
എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് സഭയല്ല, അവനാത്. അത് മറക്കരുത്. ആര്? ക്രിസ്തുവാത്. ആ പ്രയോഗം ഏത്? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമായിരിക്കുന്ന എന്നുള്ള ആ പ്രയോഗം ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തിരിക്കുന്നത് അവനുമായിട്ടാണ്. അപ്പം നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ്: എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം അവനുമായിട്ടാണ് ആ ഫ്രേസ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ആ പ്രയോഗം ബന്ധിപ്പിച്ചിരിക്കുന്നത് അവനുമായിട്ടാണ്. അപ്പം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് സഭയല്ല, അത് ക്രിസ്തുവാണ്. മറക്കാനായിട്ട് പാടില്ല. അതാരാണ്? ക്രിസ്തുവാണ്. ആരായി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ? ആരാ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ? ആരാ? അത് പിതാവായ ദൈവമാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു മിനിറ്റ് ഞാൻ ആ വാക്യം ഒന്ന് എടുക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് വരുന്നത്. അപ്പം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ അവൻ പിതാവായ ദൈവമാണ്. അവൻ്റെ നിറവ് അതാരാ? അത് ക്രിസ്തുവാ, പുത്രനാണത്. കാരണം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു: അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരില്ല? ക്രിസ്തുവിൽ. അപ്പം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് അവനിലാണ് ദൈവത്തിൻ്റെ ആ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ, അതായത് ക്രിസ്തുവിനെ ദൈവം തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി എന്നുള്ള ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം ആത്മാവാണ്, അവനെന്തില്ല? ശരീരമില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ഓക്കെ. അപ്പോൾ ദൈവത്തിന് എന്തില്ല? ശരീരമില്ല. ആ ശരീരമില്ലാതിരിക്കുന്ന ആത്മാവായ ദൈവം, അവനാണ് പിതാവ്. അപ്പം പിതാവിന് എന്തില്ല? ശരീരമില്ല, ആത്മാവാണവൻ. പുത്രനും മനുഷ്യനായിട്ട് വരുന്നത് വരെ അവനും ആത്മാവ് തന്നെയായിരുന്നു. എന്നാൽ മനുഷ്യനായിട്ട് വന്നപ്പോൾ അവൻ ശരീരമെടുത്തു. അപ്പം അതാ പറഞ്ഞത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ ഫോമിൽ, ഒരു ശരീരത്തിൽ ദൈവത്തിൻ്റെ സകല നിറവും വസിക്കുന്നത് ആരിലാണ്? ക്രിസ്തുവിലാണ്. എന്നിട്ട് പറയുക, 10-ാം വാക്യം പറയുക: എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പം നിങ്ങൾ അവനിലാണ് പരിപൂർണരായത്. ആരിൽ? ആ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവനിൽ നിങ്ങൾ പരിപൂർണരായി. നിങ്ങളല്ല എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ്. അത് ദേഹരൂപമായിട്ട് വസിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. എന്നാൽ അവനിൽ നിങ്ങളാരായി? പരിപൂർണരായിരിക്കുന്നു എന്നാണ് കൊലോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇനി എഫേസ് ലേഖനത്തിൽ തന്നെ അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നു: ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതി സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു.
അവിടെയും ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇറങ്ങിയവൻ, ആ ക്രിസ്തു, അവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന്. അപ്പം ദൈവത്തിൻ്റെ ആ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവെന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അവനാണ് എന്ത് ചെയ്യുന്നത്? നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനാണവൻ. ഇനി അതുപോലെ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവുമെന്നില്ല, ബർബരൻ, സകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാം ആകുന്നു. ക്രൈസ്റ്റ് ഈസ് ഓൾ ഇൻ ഓൾ. എല്ലാവരിലും എല്ലാം ആയിരിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്, സഭയല്ല. അപ്പം അതാണ് ഫസ്റ്റ് ലെൻത്തി പറഞ്ഞത്. എന്ത്? അവനെ സകലത്തിനും തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, ആ തലയുമായിട്ട് ചേർന്ന് ഒരു ശരീരമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നാമും നിറയപ്പെട്ടിരിക്കുന്നു, നാമും പരിപൂർണരാണ്. നമുക്ക് സ്വയമായിട്ട് നിറവോ പരിപൂർണതയോ ഇല്ല. അവനാണത്, ക്രിസ്തുവാണത്. അവനുമായിട്ട് നാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രം അവൻ നമ്മയും നിറച്ച് പരിപൂർണരാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആ തലയുമായിട്ട് നാം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പഠനം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു വൈറ്റലായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നത്, ഡു യു ഹാവ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് ഹെഡ്? ആ തലയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങളൊരു ശരീരമാണോ, ഒരു സംഘടനയാണോ? ആർ എ പാർട്ട് ഓഫ് ആൻ ഓർഗാനിസം ഓർ ഓർഗനൈസേഷൻ? സംഘടനയിലാണെങ്കിൽ ആ ശരീരത്തിലേക്ക് മടങ്ങി വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സംഘടന അത് നിങ്ങൾക്ക് ആത്മീകമായി ഒരു പ്രയോജനവും ചെയ്യുന്നതല്ല. എന്നാൽ ആ ശരീരമാകുന്ന സഭയിലാണ് ആത്മീക വർധന നടക്കുന്നത്. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്ക് സംഘടനയൊക്കെ വേണമായിരിക്കാം, ഞാനതിനെതിരല്ല. പക്ഷേ സംഘടനയ്ക്കൊരിക്കലും സഭയുടെ സ്ഥാനം കൊടുക്കരുത്. ശുശ്രൂഷകൾ സംഘടനയ്ക്കകത്തല്ല, സഭയ്ക്കകത്താണ്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ ഓർഗാനിസത്തിനകത്താണ് ശുശ്രൂഷകൾ നടക്കേണ്ടത്. പ്രിയമുള്ളവരെ, മറ്റൊരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങളാണ് നാമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മെ നിയന്ത്രിക്കുന്നത് ആ ക്രിസ്തുവാകുന്ന തലയാണോ? ആ ക്രിസ്തുവാകുന്ന തലയുമായിട്ട് നമുക്ക് എന്തുമാത്രം ബന്ധമുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച്, തല വെട്ടിക്കളഞ്ഞാൽ, തലയെടുത്ത് മാറ്റിയാൽ, തലയുമായിട്ടുള്ള ഈ ബന്ധം വിച്ഛേദിച്ചാൽ ശരീരത്തിന് പിന്നെ ജീവനില്ല. അതുകൊണ്ട് തലയെ എറിഞ്ഞു കളയരുത്, നമുക്കത് ആവശ്യമുണ്ട്. തലയെ എറിഞ്ഞു കളയരുത്, അത് നമുക്ക് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ആ തലയുടെ കീഴിൽ, ആ തലയുടെ നിയന്ത്രണത്തിൽ, ക്രിസ്തു പറയുന്നതനുസരിച്ച് ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.